ഹായ് ഗായ്സ്, ഞാനിന്ന് പറയാൻ പോകുന്നത് കേരളത്തിൽ ഗുരുവായൂർ കഴിഞ്ഞാൽ ഭക്തർ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന പുണ്യസങ്കേതമാണ് അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. അവിടുത്തെ പാൽപായസത്തോളം തന്നെ മധുരമുള്ളതാണ് ആ ക്ഷേത്രത്തിലെ പിന്നിലെ ഐതിഹ്യവും. ചെമ്പകശ്ശേരി രാജാവായിരുന്ന പൂരാടം തിരുനാൾ ദേവനാരായണൻ തമ്പുരാൻ്റെ കാലത്ത് ഈ ക്ഷേത്രം നിർമ്മിക്കപ്പെടുന്നു. ഒരിക്കൽ തമ്പുരാനും അദ്ദേഹത്തെ ചിന്തിക്കാനായ വിശ്വമംഗലം സ്വാമിമാരും ഒന്നിച്ച് ചേർത്തല ഭാഗത്തുനിന്ന് വള്ളത്തിൽ വരികയായിരുന്നു. വള്ളം നിലവിലെ ക്ഷേത്രം ഇരിക്കുന്ന സ്ഥലത്തിനടുത്തെത്തിയപ്പോൾ ഇവിടെ നിന്നോ അതിമനോഹരമായ ഒരു പുല്ലാങ്കുഴൽ നാദം അതിശയത്തിൽ മുഴങ്ങിക്കേട്ടു. ആ ദിവ്യസംഗീതം കേട്ട് ഭക്തിപരവേശനായ വിശ്വമംഗലം സ്വാമിയാർ വള്ളത്തിൽ നിന്നിറങ്ങി ശബ്ദം കേട്ട ഭാഗത്തേക്ക് നടന്നു. അവിടെ പ്രകൃതിരമണീയമായ ഒരു കാട്ടിൽ ഒരു ആൽമരത്തിൻ്റെ കൊമ്പിലിരുന്ന് ഭഗവാൻ ശ്രീകൃഷ്ണൻ പുല്ലാങ്കുഴൽ ഊതുന്നത് സ്വാമിയാർ തൻ്റെ ദിവ്യദൃഷ്ടിയിൽ കണ്ടു. ഭഗവാന്റെ സാന്നിധ്യം നേരിട്ടറിഞ്ഞ സ്വാമിയാർ ഉടൻ തന്നെ തമ്പുരാനോട് ആ സ്ഥലം ഒരു കൃഷ്ണക്ഷേത്രം പണിയാൻ ആവശ്യപ്പെട്ടു. അങ്ങനെ തമ്പുരാൻ അവിടെ മനോഹരമായ ഒരു ക്ഷേത്രം നിർമ്മിച്ചു. പ്രതിഷ്ഠയ്ക്കായി തമിഴ്നാട്ടിലെ കാരാട്ട് നിന്നും കൊണ്ടുവന്ന വിഗ്രഹത്തിൽ ഒരു ചെറിയ കേടുപാട് കണ്ടതിനെ തുടർന്ന് ചരിത്രപ്രസിദ്ധമായ ചങ്ങംകുളങ്ങര എന്ന സ്ഥലത്തു നിന്ന് മറ്റൊരു വിഗ്രഹം കൊണ്ടുവരികയും മിഥുനമാസത്തിലെ മൂലം നക്ഷത്രത്തിൽ അത് പ്രതിഷ്ഠിക്കുകയും ചെയ്തു. ഈ ദിവസം ഓർമ്മയ്ക്കായിട്ടാണ് ഇന്നും പ്രശസ്തമായ അമ്പലപ്പുഴ മൂലക്കാഴ്ച നടത്തപ്പെടുന്നത്. അമ്പലപ്പുഴ എന്ന് കേൾക്കുമ്പോൾ ആദ്യം ഓർമ്മ വരിക അവിടുത്തെ അമൃതതുല്യമായ പാൽപായസമാണ്. അതിനു പിന്നിലുണ്ട് ഒരു കഥ. ഒരിക്കൽ തമ്പുരാൻ വലിയൊരു കടബാധ്യതയുണ്ടായി. അത് തീർക്കാൻ ഒരു സമർത്ഥനായ ബ്രാഹ്മണൻ തമ്പുരാന് ചതുരംഗം കളിക്കാൻ ഒരു നിബന്ധനയോടെ കടം നൽകി. തമ്പുരാൻ തോറ്റാൽ ചതുരംഗപ്പലകയിലെ ആദ്യത്തെ കള്ളിയിൽ ഒരു നെന്മണി, രണ്ടാമത്തെ കളിയിൽ 2, മൂന്നാമത്തേൽ 4 എന്നിങ്ങനെ ഇരട്ടിയായി നൽകണമെന്നായിരുന്നു നിബന്ധന. കളിയിൽ തമ്പുരാൻ പരാജയപ്പെട്ടു. കണക്ക് കൂട്ടി വന്നപ്പോഴാണ് തമ്പുരാന് മനസ്സിലായത് രാജ്യത്തെ നെല്ല് മുഴുവനും നൽകിയാലും ആ കടം തീരില്ല. അപ്പോൾ ആ ബ്രാഹ്മണൻ തൻ്റെ യഥാർത്ഥ രൂപമായ ശ്രീകൃഷ്ണൻ്റെ തമ്പുരാന് ദർശനം നൽകി. ആ കടം തീർക്കാനായി ക്ഷേത്രത്തിൽ ദിവസവും ഭക്തർക്ക് പാൽപായസം വിതരണം ചെയ്താൽ മതിയെന്ന് ഭഗവാൻ കൽപ്പിച്ചു. അങ്ങനെയാണ് പ്രശസ്തമായ അമ്പലപ്പുഴ പാൽപായസം ആരംഭിക്കുന്നത്. കലാരൂപമായ ഓട്ടംതുള്ളലിൻ്റെ ജനനത്തിനും ദേവിയായ മണ്ണാണ് ഈ അമ്പലപ്പുഴ. കുഞ്ചൻ നമ്പ്യാർ മിഴാവ് കേട്ടാണ് മറന്നപ്പോൾ തമ്പുരാൻ പരിഹസിച്ചതും അതിൽ പരിഭ്രമിച്ച നമ്പ്യാർ മിഴാവ് ഉപേക്ഷിച്ചിട്ട് തുള്ളൽ പ്രസ്ഥാനം ആരംഭിക്കുകയും ചരിത്രം പറയുന്നു. ഭക്തർക്ക് കലയും രുചിയും ഒരുപോലെ ഒത്തുചേർന്ന അമ്പലപ്പുഴ ക്ഷേത്രം ഇന്നും ലക്ഷക്കണക്കിന് ഭക്തർ മനസ്സിന് കുളിർമയേകുന്നു ഒരു പുണ്യഭൂമിയായി നിലകൊള്ളുന്നു. ഈ കൃഷ്ണൻ്റെ കാരുണ്യം എല്ലാവരും നിറയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇനിയൊരു നല്ല വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, ബൈ.